കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് നേതാക്കൾക്ക് വേണ്ടി പലയിടത്തും ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്നുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഇപ്പോഴത്തെ കൊല്ലത്ത് ഫ്ലെക്സ് ബോർഡുകൾ വന്നു. കൊല്ലം ചിന്നക്കടയിലാണ് പ്രവർത്തകർ ഫ്ലെക്സ് ബോർഡുകൾ വച്ചത്. ജനപക്ഷ നേതാവ് എന്ന പേരിൽ യൂത്ത് കോൺഗ്രസിന്റെ പേരിലാണ് ബോർഡ് സ്ഥാപിച്ചത്. കണ്ണൻ നായർ വിവരങ്ങളുമായുണ്ട്. കണ്ണൻ, കൊല്ലത്ത് ഇത് ഔദ്യോഗിക സ്വഭാവത്തിലുള്ള ബോർഡാണോ? ഇതൊരു ഔദ്യോഗിക സ്വഭാവത്തിലുള്ള ബോർഡാണ്. രമേശ് ചെന്നിത്തലയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് ഈ ബോർഡ് വെച്ചത്. ചിന്നക്കടയിൽ ആ റൗണ്ടിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഈ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. അതിൽ ജനപക്ഷ നേതാവ് എന്ന് പറഞ്ഞും രമേശ് ചെന്നിത്തലയുടെ ചിത്രമടക്കം ആ ബോർഡിൽ പതിച്ചിട്ടുണ്ട്. പ്രവർത്തകരുടെ മനസ്സറിയാവുന്ന നേതാവ് നയിക്കട്ടെ എന്നുള്ള വാക്യവുമുണ്ട്. നേരത്തെ KC വേണുഗോപാലിന് വേണ്ടിയും കൊല്ലത്തിന്റെ വിവിധ ഭാഗങ്ങൾ DCCയുടെ മുമ്പിലും അതുപോലെ തന്നെ കളക്ടറേറ്റ് അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ബോർഡ് സ്ഥാപിച്ചിരുന്നു. അത് KC അനുകൂലിക്കുന്ന ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്. ഇനി ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ VD സതീശിന്റെ പേരിലാണ് കൊല്ലത്ത് ഇനി ഒരു ബോർഡ് ഉയരാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ രണ്ട് നേതാക്കന്മാർക്ക് വേണ്ടിയുള്ള ബോർഡുകൾ പ്രത്യേകിച്ച് അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇന്നലെ KC വേണുഗോപാലിന് വേണ്ടി, ഇന്ന് ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ബോർഡ് ഉയർന്നു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ മറ്റ് നേതാക്കന്മാർക്ക്, പ്രത്യേകിച്ച് VD സതീശൻ അടക്കമുള്ള നേതാക്കന്മാർക്ക് വേണ്ടിയുള്ള ബോർഡുകളും ഉയരാൻ സാധ്യതയുണ്ട്.